പ്രണയമണിത്തൂവൽ ഭാഗം 12. പ്രിയ സന്തോഷത്തോടെ താഴേക്ക് വന്നു. അവളെ കണ്ടതും ഗോമതി പത്രവായന മതിയാക്കി അത് മടക്കി വെച്ച് എഴുന്നേറ്റു. ആഹാ, മോൾ ഇറങ്ങിയോ? കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി. അമ്മായി എന്നെ അനുഗ്രഹിക്കണം അത് പറഞ്ഞ് പ്രിയ ഗോമതിയുടെ കാലിൽ തൊട്ടു. എന്താ മോളെ ഇത്, എഴുന്നേൽക്ക്, നന്നായി വരും, മോക്കെന്തായാലും ഈ ജോലി കിട്ടും, ഗോമതി പറഞ്ഞു. മുകളിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന അബി ഇത് കണ്ടു. ഞാൻ മുഖം വിടർന്ന് പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ യമുനയും അവിടേക്ക് വന്നു. കള്ള, നീ അങ്ങ് ചെന്നാൽ മതി, ഉടനെ ജോലി ഇങ്ങ് തരും. അങ്ങനെയാണല്ലോ ഇത്രയും ജോലിയൊക്കെ കിട്ടിയത്. യമുന പറഞ്ഞത് കേട്ട് അവളൊന്ന് വല്ലാതെ. യമുന, അവളൊരു നല്ല കാര്യത്തിനാണ് പോകുന്നത്, അപ്പോഴാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നല്ലത് പറയാൻ വയ്യെങ്കിൽ വേണ്ട, ഇങ്ങനത്തെ വർത്തമാനം പറയാതിരിക്കെ, ഗോമതി പറഞ്ഞു. അതെങ്ങനെയാ അമ്മേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ? ആരെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഉടനെ ഉടമ്പൂരി വർത്താനം പറഞ്ഞിട്ട് ആന്റിക്ക് സമാധാനം ഉണ്ടാകില്ല. നാട്ടുകാർ ഇതിനെ കുശുമ്പ്, അസൂയ എന്നൊക്കെ പറയും. മറ്റുള്ളവർ നന്നാവുന്നത് കാണുമ്പോഴുള്ള കുശുമ്പ്. നിന്നെ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവർ ചിടിയടക്കി. യമുന ശുണ്ടിയോടെ തിരിഞ്ഞു നടന്നു. മോൾ അവൾ പറഞ്ഞതൊന്ന് കാര്യമാക്കണ്ട, ഗോമതി പറഞ്ഞു. അല്ലെങ്കിലും ആൻറ്റി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എത്ര കാലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അലയുന്നു. എത്രയൊക്കെ പഠിച്ചിട്ടും റാങ്ക് നേടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനുള്ള യോഗ്യത കൂടി വേണം, അവൾ വിഷമത്തോടെ പറഞ്ഞു. താഴേക്ക് വന്ന അബി ഇത് കേട്ട് ഒന്ന് വല്ലാതായി. എന്താ പ്രിയ ഇത്, കല്യാണം പോലെ ജോലി ഒരു യോഗ, സമയമാകുമ്പോൾ അത് കിട്ടിക്കോളും, മോൾ വിഷമിക്കാതെ ചെല്ലേ, ഗോമതി പറഞ്ഞു. അപ്പോൾ അബി എവിടേക്ക് വന്നു. എന്താ ഇവിടെ ഒരു സംസാരം? ഒന്നുമില്ല, പ്രിയക്ക് ജോലി കിട്ടാത്തതിൻ്റെ പേര് സങ്കടം പറയുകയായിരുന്നു. അതിലെത്ര സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു, ജോലിയൊക്കെ സമയമാകുമ്പോൾ കിട്ടിക്കോളും, അതോർത്ത് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അബി പറഞ്ഞു. മോൾ ഇനി നിന്ന് സമയം കളയണ്ട, വേഗം ചെല്ലാൻ നോക്ക്. അല്ല, നീ ഓഫീസിലൊക്കെ അല്ലേ? ഗോമതി അബിയോടായി ചോദിച്ചു. എന്നാ മോളെ കൂടി കൂട്ടടാ, പോകുന്ന വഴിയിലല്ലേ കോളേജ്, അവിടെ അവളെ ആക്കിയാൽ മതി, ഗോമതി പറഞ്ഞു. അവരുടെ മനസ്സിൽ ലഡു പൊട്ടി. അവന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നിയെങ്കിലും സംയമനം പാലിച്ചു. അത് വേണ്ട അമ്മായി, അവരിനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്, ഞാൻ ബസ്സിൽ പോയിക്കോളാം. എന്ത് ബുദ്ധിമുട്ട്? അവനൊരു ബുദ്ധിമുട്ടില്ല. എന്താടാ, നീ ഇവളെ അവിടെ കൊണ്ടുവിടില്ലേ, ഗോമതി ചോദിച്ചു. ആ വഴി എനിക്ക് പോകേണ്ടത്, വേണേ അവിടെ ഇറക്കാം, അബി ഗൗരവത്തോടെ പറഞ്ഞു. എന്നാൽ മോൾ ഇവൻ്റെ കൂടെ ചെല്ലാൻ നോക്ക്, ഗോമതി പറഞ്ഞു. അവളൊന്ന് മടിച്ച് അവനെ നോക്കി, പിന്നെ അവനൊപ്പം പുറത്തേക്ക് നടന്നു. കാറിൻ്റെ പിൻഡോർ തുറക്കാൻ ഒരുങ്ങിയതും അബി അവളെ തുറച്ചു നോക്കി. ഞാൻ ആരാ, നിന്റെ ഡ്രൈവറോ? മുന്നിൽ കയറിയിരിക്കട്ടെ, അബിയുടെ ശബ്ദമായിരുന്നു. അവൾ വേഗം മുന്നിൽ കയറിയിരുന്നു. അബി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പ്രിയ എല്ലാവരെയും നോക്കി കൈ വീശി കാണിച്ചു. വണ്ടി പുറത്തേക്ക് പോയി. MM കോളേജിന് മുമ്പിൽ എത്തിയതും അബി വണ്ടി നിർത്തി. പ്രിയ വണ്ടിയിൽ നിന്നിറങ്ങി അവനെ ഒന്ന് നോക്കി. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അമ്മയെ വിളിച്ചാൽ മതി, വീട്ടിൽ നിന്ന് ഡ്രൈവർ വന്ന് തന്നെ പിക്ക് ചെയ്തോളൂ, വെറുതെ ബസ്സിലൊന്നും പോകാൻ നിൽക്കണ്ട, കേട്ടല്ലോ, അവൻ പറഞ്ഞു. അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. ഓൾ ദി ബെസ്റ്റ്, അവൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. താങ്ക് യു, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അബി വണ്ടി വിട്ടു. പ്രിയ ആഹ്ലാദത്തോടെ അകത്തേക്ക് നടന്നു. ഇൻ്റർവ്യൂ നടക്കുന്ന ഹാളിന് പുറത്തെത്തിയതും അവൾ കണ്ണും വീഴ്ച നിന്നുപോയി. അതിൽ പൂരത്തിനുള്ള ആളുണ്ട്. ഈശ്വര, ഈ ഇൻ്റർവ്യൂ ഗോവിന്ദ. കാറ്റ് പോയ ബലൂൺ പോലെ അവളൊരു ചെയറിൽ ഇരുന്നു. വണ്ടി പാർക്കിങ്ങിൽ നിർത്തി അബി ഇറങ്ങി. സെക്യൂരിറ്റി അവനെ കണ്ട് സല്യൂട്ട് അടിച്ചു. അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്തൊക്കെയുണ്ട് രാജയുടെ വിശേഷങ്ങൾ? അമ്മൂൻ്റെ റിസൾട്ട് വന്നോ? വന്നു, ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ആഹാ, ഇനി എന്താ പ്ലാൻ? എന്ത് ചെയ്യാനാ സാറേ, നല്ല വല്ല ആലോചനയെന്ന് കെട്ടിച്ചയക്കണം. ഇതായി ഇപ്പം നന്നായി പഠിച്ച് അവൾ ഇത്രയും റാങ്കൊക്കെ വാങ്ങിച്ചത് പലവൻ്റെ അടുക്കളയിൽ പോയി പച്ചുണ്ടാക്കാനും കൊച്ചുങ്ങളെ പോറ്റാനുമാണോ? 21 വയസ്സല്ലേ ആയുള്ളൂ, ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് അവളെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടി സ്വന്തം കാലിൽ നിൽക്കട്ടെ. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം, പോരെ? അത് കേട്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. സാറേ, രാജേട്ടാ വേണ്ട, സെൻഡിയൊക്കെ പിന്നെ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, ഞാനില്ലാതിരുന്നത് കൊണ്ട് ആ പ്രദീപ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് പോയി നോക്കട്ടെ, അതും പറഞ്ഞ് അവൻ അകത്തേക്ക് നടന്നു. സ്റ്റാഫ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവനെ വിഷ് ചെയ്തു.
അവൻ നടന്ന് ക്യാബിനിൽ ചെന്നിരുന്നു. ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. പ്രദീപ് എന്നെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയൂ. അവൻ കസേരയിൽ ചാരിയിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം പ്രദീപ് വന്ന് ഡോറിൽ തട്ടി. യെസ് കമിങ്. അവൻ പറഞ്ഞത് പ്രദീപ് വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളേ ഉള്ളൂ. അത് പറയാനെന്നാ ഇപ്പോൾ തീരില്ല, അഭി പറഞ്ഞു. നാട്ടിൽ വെച്ച് സംഭവിച്ചതൊക്കെ ദീപ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. നീലിമ. അവൻ ദീർഘമായി ഒന്ന് നിർത്തി. ആ പേര് കേട്ടതും അഭിയൊന്നും വല്ലാതെ. അവൾക്ക് വല്ലാതെ വിഷമമായി കാണില്ലേ? നീ അവളെ കണ്ടിരുന്നോ? പ്രദീപ് ചോദിച്ചു. അഭി നിഷേധഭാവത്തിൽ തലയാട്ടി. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു നോക്ക് കണ്ടതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അവളെ കണ്ടതേയില്ല. നിനക്കൊന്ന് വിളിക്കാമായിരുന്നില്ലേ അവളെ? എന്തിന്? ആ അധ്യായം ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും അത് ഓർത്തെടുത്ത് വേദനിക്കാൻ വയ്യ. നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ വിഷമമൊന്നുമില്ല. നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ വിഷമമൊന്നുമില്ല അഭി. വിഷമിച്ചിട്ട് എന്ത് കാര്യം? നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി തിരുത്താൻ കഴിയില്ലല്ലോ. എന്നാലും നിന്നെക്കുറിച്ച് അവരെന്തിനാ ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത്? എനിക്കറിയില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ അവളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാ പറയുന്നത്. നീ അതൊക്കെ വിട. പിന്നെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ആരും അറിയണ്ട. ജാതക പ്രശ്നം കാരണം വിവാഹം വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ മതി. അല്ല, അതിനൊക്കെ നിന്റെ വീട്ടിൽ കള്ളം കയറി പ്രിയെ കൊല്ലാൻ നോക്കി എന്നൊക്കെ കേട്ടല്ലോ. നേരാണോ അത്? അതൊക്കെ ഇപ്പോൾ ഓക്കെ. പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തില്ലേ? കൊടുത്തു. അവരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും നീ ചെന്നാൽ ബോംബെ കമ്പനിയുടെ ഫയൽ ഇങ്ങോട്ട് വാ. ശരി. അതും പറഞ്ഞ് പ്രദീപ് പുറത്തേക്ക് നടന്നു. അവൻ കസേരയിൽ ചാരി കണ്ണടച്ചിരുന്നു. അപ്പോഴാണ് അവൻ പ്രിയയുടെ കാര്യം ഓർത്തത്. അവളുടെ ഇൻ്റർവ്യൂ എന്തായി കാണും? ഇത്തവണയെങ്കിലും ജോലി കിട്ടുമോ? പാപം, ജോലി കിട്ടാത്തതിലൊക്കെ നല്ല വിഷമമുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? അവൻ ആലോചിച്ചു. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. അപ്പോഴേക്കും പ്രദീപ് അവിടേക്ക് വന്നു. എടാ, നമ്മുടെ സുധീറിൻ്റെ അച്ഛനല്ലേ MM കോളേജിൻ്റെ ചെയർമാൻ? അത് അമ്പരപ്പോടെ അവനെ നോക്കി. അതെ, അവൻ്റെ അച്ഛനിപ്പോൾ കിടപ്പിനല്ലേ, അതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളെല്ലാം അവനാ നോക്കി നടത്തുന്നത്. അത് കേട്ടതും അബിയുടെ മുഖം വരുന്നു. അല്ല, നീ ഇതിനിപ്പോൾ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? അതൊക്കെ ഉണ്ട് മോനെ, പറയാം. അതും പറഞ്ഞ് ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്ത് അവൻ എഴുന്നേറ്റ് നടന്നു. പ്രദീപ് കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി നിന്നു. ഇൻ്റർവ്യൂവിൽ പ്രിയ നല്ലതുപോലെ പെർഫോം ചെയ്തു. എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമായി. ഓക്കെ പ്രിയ, തീരുമാനം പിന്നെ അറിയിക്കും, അവർ പറഞ്ഞു. പ്രിയ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി. ഈ ജോലിയിൽ അവൾക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി അവൾ ഗോമതിയെ വിളിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ഡ്രൈവർ വണ്ടിയുമായി വന്നു അവളെ പിക്ക് ചെയ്തു. സന്ധ്യ നേരം. വണ്ടി നിർത്തി അഭി കാറിൽ നിന്ന് ഇറങ്ങി. അകത്തേക്ക് കയറവേ കത്തിച്ച നിലവിളക്കുമായി ഉമ്മറത്തേക്ക് വരുന്ന പ്രിയയെ കണ്ടതും അവൻ്റെ മനം നിറഞ്ഞു. ദീപം നോക്കി തൊഴുത് അവൻ അകത്തേക്ക് കയറി. ഹാളിൽ നിമ്മിയും ഗോമതിയും യമുനയും ഇരിപ്പുണ്ടായിരുന്നു. ആ ചേട്ടൻ വന്നോ? വേഗം വിളിച്ചിട്ട് വാ, ചായ കുടിക്കാം. ചേച്ചി നല്ല ചൂട് പച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, നിമ്മി പറഞ്ഞു. അത് കേട്ടത് അവൻ്റെ വായിൽ വെള്ളം മുറി. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ വേഗം മുകളിലേക്ക് കയറിപ്പോയി. വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് പ്രിയ എല്ലാവർക്കുമുള്ള ചായയും ബജിയുമായി വന്നു. അപ്പോഴേക്കും കുളി കഴിഞ്ഞ അഭിയും താഴേക്ക് വന്നു. ഇത്ര പെട്ടെന്ന് ചേട്ടൻ്റെ കുളി കഴിഞ്ഞു? മറ്റു 2 മണിക്കൂർ കഴിഞ്ഞാലും താഴേക്ക് വരാത്ത ആളാണല്ലോ. ചായയും ബജിയെന്ന് കേട്ടപ്പോൾ ഇരിക്കപ്പുറത്ത് കിട്ടിക്കാണല്ലോ അല്ലേ? നിമ്മി കള്ളച്ചിരിയോടെ പറഞ്ഞു. അത് കൂടി അവൻ പറഞ്ഞു. പ്രിയ അവന് ചായയും ബജിയും നൽകി. അല്ല, പോയ കാര്യം എന്തായി മോളെ? ജോലി കിട്ടുമോ? ഗോമതി ചോദിച്ചു. എവിടെ നിന്ന് കിട്ടാൻ? അത്രയ്ക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ കിട്ടേണ്ടതായിരുന്നില്ലേ? യമുന പുച്ഛത്തോടെ പറഞ്ഞു. യമുനെ, ഞാൻ നിന്നോടല്ല ചോദിച്ചത്, മോള് പറ. ഇന്റർവ്യൂ ഒക്കെ നന്നായിരുന്നു അമ്മായി. അവർ വിളിക്കാന്നാ പറഞ്ഞത്. വിളിക്കും, നോക്കിയിരുന്നു. വിളിക്കും നോക്കിയിരുന്നു, യമുന മനസ്സിൽ പറഞ്ഞു. അപ്പോൾ അവളുടെ ഫോൺ അടിച്ചു. പ്രിയ ഫോൺ എടുത്ത് നോക്കി. ആരാ മോളെ? അമ്മയാണോ? അല്ല അമ്മായി, ഇത് നമ്പറാ, ഇത് സംസാരിക്കേ. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, അത് കൃഷ്ണപ്രിയാണ്. ആണോ? ശരി, താങ്ക് യു സോ മച്ച്. അവൾ സന്തോഷത്തോടെ കോൾ കട്ട് ചെയ്ത് എല്ലാവരെയും നോക്കി. ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ആളെ വിളിച്ചത്. എന്നെ അവർ സെലക്ട് ചെയ്തു. തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അത് കേട്ട്
ദേഷ്യത്തോടെ മുഖം പിടിച്ചു. ഗോമതിയും നിമ്മിയും സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞില്ല മോളെ, നിരന്തരമായ പരിശ്രമം ഒരിക്കലും വിജയിക്കാതെ ഇരിക്കില്ലെന്ന്. ഗോമതി പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻ ചേച്ചി. താങ്ക് യു നിമ്മി. അതും പറഞ്ഞ് അവൾ തലചിരിച്ച് അബിയെ നോക്കി. ആ ചുണ്ടിലും ഒരു ചെറു പുഞ്ചിരി വിടരുന്നത് അവൾ കണ്ടു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അവൾ പറഞ്ഞു. ഞാൻ ഇവരും എല്ലാവരും വിളിച്ച് പറയട്ടെ, അമ്മയ്ക്ക് സന്തോഷമാവും. അവൾ പറഞ്ഞു. ചെല്ലും മോളെ. പ്രിയ ഫോണുമായി മുകളിലേക്ക് നടന്നു. അത് കണ്ട് അബിക്ക് സന്തോഷമായി. കുളി കഴിഞ്ഞ് തലയും തൂർത്തിക്കൊണ്ട് നീലിമ മുറിയിലേക്ക് വന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ അത് എടുത്തു നോക്കി. യമുനയുടെ പേര് കണ്ടതും അവളുടെ നെറ്റി ചുരുങ്ങി. ഇവരെന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടാവും, ഏതായാലും എടുത്തു നോക്കാം. അവൾ കോൾ എടുത്തു. ഹലോ ആൻറ്റി. ആവോ, മോള് ഫോൺ എടുത്തില്ല. എടുക്കില്ല എന്ന് കരുതി പേടിച്ചാ വിളിച്ചത്. എടുക്കാതിരിക്കുന്നത് എന്തിനാ ആൻറ്റി? നിങ്ങളാരും എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാനേ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്താ ആൻറ്റി? അവളില്ലേ ആ പ്രിയ, അവൾക്ക് MM കോളേജിൽ ജോലി കിട്ടി. അത് കേട്ടത് നീലിമ എന്ന അമ്മായിരുന്നു. നേരാണോ അവന് പറഞ്ഞത്? നേര്. ഇന്ന് രാവിലെ ഇന്റർവ്യൂവിന് പോയതാ. ഇപ്പോഴാണ് അവർ വിളിച്ചു പറഞ്ഞത് തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യണം പോലും. നമുക്കത് കിട്ടില്ലെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരുന്നത് ഞാൻ. എല്ലാം പോയി. എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് തീർച്ച മതിയായിരുന്നു എന്ന് പറഞ്ഞ് നീലിമയെ ദേഷ്യത്തോടെ പല്ല് കടിച്ചു. മോളെ ഇന്ന് ഞാൻ വെക്കാട്ടോ. ഇവരറിഞ്ഞപ്പോൾ മോളെ വിളിച്ച് അറിയിക്കണമെന്ന് തോന്നി. എന്നാൽ ശരി. കോൾ കട്ട് ചെയ്ത് നീലിമ ദേഷ്യത്തോടെ കട്ടിലിരുന്നു. കല്യാണം കഴിഞ്ഞ് ജോലിയും നേടി സന്തോഷത്തോടെ ജീവിക്കാനുള്ള പുറപ്പാടിലാവും അവള്. അങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്ന കഴുതൻ്റെ പ്രിയ നീ. എന്ത് വേണമെന്ന് എനിക്കറിയാം. ദൃഢനിശ്ചയത്തോടെ അവൾ കൈ ചേർത്തി. എല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ദീപക് അവിടേക്ക് വന്നത്. ആഹാ, നല്ല സമയത്താണല്ലോ നീ വന്നത്. വാ ഇരിക്കും, ഭക്ഷണം കഴിക്കാം. ഗോമതി പറഞ്ഞു. വേണ്ട നീ, ഞാൻ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. അബിയെ കണ്ടൊരു കാര്യം പറഞ്ഞിട്ട് പോകുമെന്ന് കരുതി വന്നതാ. എന്നേതാ ഒരു ഗ്ലാസ് പായസം കുടിച്ചോ? അതും പറഞ്ഞ് പ്രിയ ഒരു ഗ്ലാസ് പായസം അവന് കൊണ്ടുപോയി കൊടുത്തു. അവനത് വാങ്ങി. പ്രിയക്ക് ജോലി കിട്ടിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോഴേക്കും അബി ഭക്ഷണം കഴിച്ചു വന്നു. എടാ നീ ഒന്നും വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? പറയാം അപ്പ. ദീപക് അവനെയും പിടിച്ച് മുറിയിലേക്ക് നടന്നു. എന്താടാ കാര്യം? എൻ്റെ ഒരു ഫ്രണ്ട് അറിഞ്ഞതാണ് നീലിമ MM കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന. അത് കേട്ടതും അവൻ ഞെട്ടി. എന്തോ ഒരു അപകടം നടക്കുന്നു. MM കോളേജിൽ അവൾ അഡ്മിഷൻ എടുത്തത് പ്രിയ ലക്ഷ്യം വെച്ച് തന്നെ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവളെ അഭയപ്പെടുത്താൻ നോ, അതിലൊരിക്കലും അനുവദിക്കില്ല ഞാൻ. ഇതിനൊരു പരിഹാരം കാണും ഞാൻ, അവൻ പറഞ്ഞു. തുടരും.